മൊത്തത്തിൽ 5 കിലോമീറ്റർ വരുന്ന ട്രക്കിംഗ് സ്പോട്ടാണ്. ഇവിടെ 2.5 കിലോമീറ്റർ, ഇങ്ങോട്ടേക്ക് 2.5, മൊത്തത്തിൽ 5 കിലോമീറ്റർ വരുന്ന ട്രക്കിംഗ് സ്പോട്ടാണ്. വളരെ സിമ്പിളായിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് ആണ്. അതായത് ഭയങ്കര മല കുന്നൊന്നും കയറണ്ട, പ്ലെയിൻ ഉണ്ട്, പ്ലെയിൻ സർഫസ് ആണ്. പക്ഷെ 1-2 ഇടങ്ങളിൽ അത്യാവശ്യം നല്ല സ്റ്റീപ്പുണ്ട്. അതായത് ഫുൾ പ്ലെയിൻ അല്ല, അത്യാവശ്യം സ്റ്റീപ്പുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രോ ഷെഫീഖ് ബ്രോ, പേര് ഷെഫീഖ്, വിഴിഞ്ഞം, ട്രിവാൻഡ്രം. പ്രൊമോഷൻ. എനിക്ക് സീ ഫുഡിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് വിഴിഞ്ഞത്ത്. എൻ്റെ പേര് ശ്രീജിത്ത്. എൻ്റെ സ്വന്തം നാട് പന്തളമാണ്. എൻ്റെ വൈഫ് എൻ്റെ മോനാണ്. മോൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലുള്ള ഞാൻ പറയാത്ത. എന്റെ പേര് പ്രണീത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുക. ഇപ്പൊ +1 നോക്കിയിരിക്കുക. ഞാൻ ഇപ്പൊ അച്ഛനാണ് എന്റെ. ഇപ്പൊ ജോലി വേറെ ഒന്നുമില്ല, ഗെയിമിംഗ് ആണ്. ബാഡ്മിന്റനും ഗെയിമിംഗും. ആ പുറകിൽ നിൽക്കുന്ന ബൈക്കുകാരൻ വിചാരിച്ചു വണ്ടിയിൽ നിന്ന് എന്തോ ചക്ക എന്തോ വീണതാണെന്ന്. എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് വോയിസ് ഓവറായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പിലും വോയിസ് വളരെ ക്ലിയറാണ്. എല്ലാ കമൻസുകളും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ആവശ്യമുള്ളിടത്ത് വോയിസ് ആഡ് ചെയ്യാം. കാടൻ വരുന്നേ, വേടൻ വരുന്നേ, കാടൻ വരുന്നേ, വേടൻ വരുന്നേ, 5500. ഓ, ലാലേട്ട ഫാനാണല്ലേ, കൊച്ചി കേരള. മൈ ഫോൺ നമ്പർ ഈസ് 2200. ഒന്നും കൂടെ നീതുവിന്റെ എല്ലാം നീ ഇട്ടാ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അല്ല, എന്റെ മോനെ ഓവർകോട്ട് സൂക്ഷിച്ചോ കേട്ടോ, അർജുനു എനിക്ക് പാകാവൂല മനിക്കാൻ. ചുമ്മാ അല്ല, ബസ്സിലൊരു ശാന്തി. ഞാൻ നോക്കുമായിരുന്നു. എന്തോ ശാന്തതല്ല ശാന്തത, ശാന്തിയല്ല ശാന്തത. നിനക്ക് ശാന്തി 10ാം ക്ലാസ് ആയില്ലേ? ടിപ്പു റാണി. ആ ഇങ്ങനെയാ? ആ ഇങ്ങനെ ആ നോക്കണേ ഉണ്ടാ ഇത് നോക്കണണ്ട. കേക്ക് കൊള്ളാം കേട്ടോ, നല്ല കേക്കാം. പേപ്പർ ദാനം ചോദിച്ച ഒരാൾ വാവ് സൂപ്പർ. അതൊക്കെ വേറെ ബൈക്കിൽ വന്നവരാ. അപ്പോൾ എല്ലാവരും എത്തുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ
കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു, കുറച്ച് പേരൊന്നും പരിചയപ്പെട്ടില്ല. പക്ഷേ ബസ്സിലിരുന്ന എല്ലാവർക്കും അവരവരുടെ പേരൊക്കെ അറിയാമല്ലോ, ബാക്കിയുള്ളവരുടെ പേരൊക്കെ അറിയാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ, അപ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞാൽ രാഹുൽ എന്നാണ്. അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ ടെക്നോ പാർക്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബൈ പാഷൻ ഇങ്ങനെ ആഴ്ച തോറും അല്ലെങ്കിൽ 2 ആഴ്ചക്കൊരിക്കലൊക്കെ ഇതേപോലെ സ്ട്രേഞ്ചേഴ്സ് ഒത്ത് ഇങ്ങനെ ട്രിപ്പൊക്കെ വരും. പിന്നെ നമുക്ക് ക്യാമ്പിങ്സും ട്രക്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എവിടേക്കാണ്? വാഴവന്തോൾ ട്രക്കിങ്ങിനാണ്. അപ്പോൾ വാഴവന്തോൾ ട്രക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയാം. വേറെ അഗസ്ത്യാർകൂടത്തിന് വരുന്ന ഡയറക്റ്റ് വരുന്ന വെള്ളമാണ്, പ്യൂർ വാട്ടർ ആയിരിക്കും. ഓക്കെ. ആക്ച്വലി ഇത് അഗസ്ത്യാർകൂടം തോടയാർ എന്ന് പറയുന്ന ഒരു നദിയിൽ നിന്ന് വരുന്നതാണ്, തോടയാർ എന്ന് പറയും. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് വാഴവന്തോളാണ്. അങ്ങോട്ട് 2.5 കിലോമീറ്റർ, ഇങ്ങോട്ട് 2.5 കിലോമീറ്റർ. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നൊരു ട്രക്കാണ്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഈസിയാണ്. ഈ ഫസ്റ്റ് ടൈം ട്രക്കിങ്ങിൽ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ട്രക്കിംഗ് ആണ് വാഴവന്തോൾ എന്ന് പറയുന്നത്. പിന്നെ പറയാനാണെങ്കിൽ പോകുന്ന വഴിക്ക് ഉരുളൻ കല്ലുകളൊക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കാല് വെക്കുന്നത് നോക്കി വെക്കുക, കാരണം ട്വിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. കാരണം പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾ നടന്നു വന്നാലേ ഉള്ളൂ, പെട്ടെന്നിട്ടൊന്നും വരാനൊന്നും ആരും ഇല്ല. അപ്പോൾ 2.5 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ? വെള്ളം അങ്ങോട്ടേക്ക് കുടിക്കാനുള്ള വെള്ളമില്ല. നിങ്ങൾ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു വെള്ളം. അപ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം അവിടെ കിട്ടും. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം പരിചയപ്പെട്ട് തുടങ്ങാം. എന്നാടി? ഓക്കെ. അപ്പോൾ പരിചയപ്പെടുന്ന റൂളുണ്ട്. എല്ലാവർക്കും പേരൊക്കെ അറിയാലോ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പേരൊക്കെ അറിയാലോ. മനസ്സിലായല്ലോ? അതായത് ഇപ്പം രാഹുൽ പേര് പറയുന്നു, സ്ഥലം പറയുന്നു. അത് കഴിഞ്ഞടുത്ത് ഞാനാണെങ്കിൽ ഞാൻ രാഹുലിന്റെ പേരും പറയണം, എന്റെ പേരും പറയണം. എന്ത് ചെയ്യുന്നു? സ്ഥലം ബാക്കി പറയണ്ട, പേര് പറഞ്ഞു പോണം. പേര് മാത്രമല്ല, മൂന്നാമത്തെ ആളാവുമ്പോൾ 2 പേരുടെ പേരും പറയണം. അതെ അതെ. അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? പേര് മാത്രം പറയാം. നിർവീൺ എന്ത് ചെയ്യുന്നു? സ്ഥലം മണക്കാട്. ഓക്കെ. ഋഷിദേവ്. നിർമ്മൈ. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ട്രക്കർ. വരാട് മൊത്തം ഇവൻ 9 വയസ്സിൽ കയറി. അത് നല്ലൊരു ഇതാണ്. ഓക്കെ. അപ്പം അവിടെ തുടങ്ങാം. ഓക്കെ, തുടങ്ങിയോ? നമ്മൾ വിട്ടു. ഞാനോട് കഴിയട്ടെ. എന്റെ പേര് നിഷാൽ, ട്രിവാൻഡ്രം മണക്കാട് വരുന്നു. ശരി, ഇമ്രാൻ സൈഡിൽ IT വിങ്ങിലാണ്. എന്റെ പേര് നീതു, മണക്കാട്. അതന്നെ പേര് പറഞ്ഞോ, തുടങ്ങിയോ? എന്റെ പേര് ഷെഫീഖ്, ഋഷിദേവ്, പറഞ്ഞു ഡാഡി, വിശാല്, നീതു, ഷെഫീഖ്. ഞാൻ ശ്രീനിഷ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. പേര് ഋഷി. ഒരു ആലോചന. മോനാണ് സ്വന്തം മോനാണ്. നിഷാല്, നീതു, ഷെഫീഖ്, മാളു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ ഇനി അമ്മു ആവും, മാളും ആവും. ഓക്കെ, അടുത്ത ആള്. ഞാൻ സ്വീകാര്യമാണത്. ഞാൻ ബിസിനസ്സാണ്. പേരൊക്കെ ഓർക്കുന്നത് അത്ര എളുപ്പമല്ല. പേര് നമുക്ക് പതുക്കെ പറയാം. നിഷാല്, നീതു, ഷഫീഖ്, ശ്രീനിഷ്. പിള്ളേരൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ചെറുപ്പിളയാണ്.
കേട്ടില്ലേ അരുൺ അവിടെ നിന്ന് പറ. എല്ലാവരും ഉറക്കെ പറയാം കേട്ടോ പേര്. വിശാല് യവൻ. എല്ലാവരുടെ കൺഫ്യൂഷൻ ആണ് എല്ലാരോടും പറഞ്ഞു തീരുമോ? അതെ ഋഷി. എൻ്റെ പേര് സ്വാതി, കോഴിക്കോട്. 2 സ്വാതി ഉണ്ട്. അപ്പൊ സ്വാതി ലക്ഷ്മിയാണ് കംപ്ലീറ്റ് പേര്. സ്വാതി, ഋഷി, നിർവിൻ, നിർമ്മയ, നിഷാൽ, നീതു, ഷഫീഖ്, ശ്രീനിഷ്, ജിനു, അരുൺ, മാളവിക, കാർത്തികേയൻ, അരുൺ, ഗംഗ, മേഘ, സ്വാതി, ധനലക്ഷ്മി, ജനിഷ, തൻഷ, ജോർജ്, അടിപൊളി അടിപൊളി. ആനന്ദ്, റൌഫ്. ശ്വേത, സത്യം പറയണ. ഏത് ശ്വേത? ഏതൊക്കെയോ സത്യം പറ. പുറത്ത് തുടങ്ങി. ശ്വേത. സത്യം പറ. ആരാ ശ്വേത? വിശാല. വിശാലല്ലേ? വിജയ്. അർവിന്, പിന്നെ ആരെ വേണോ വിളിക്കാം? ചേട്ടാ ഷഫീഖ്. അതെ. ഷഫീഖ്, ഗംഗ, മേഘ, സ്വാതി, എൻ്റെ പേര് ശ്രീജിത്ത്, അപ്പേട്ട. ഞാൻ എല്ലാവരും പേര് ഋഷിദേവ്, ഋഷിദേവ്, എനിക്ക് എഴുതി പറ്റും. രാകേഷ് ട്രിവാൻഡ്രം. നിങ്ങൾ രണ്ടുപേരും. പ്രണീത് ട്രിവാൻഡ്രം. ഓക്കെ. ഞാൻ പ്രമോദ്. അതെ, ആളുടെ ഒരേ ഒരു മോനാണ് ഈ നിൽക്കുന്നത്. അതിൽ ബാക്കി പറയില്ല. Ready, 1, പെട്ടെന്ന് കപ്പ് നമുക്കാണ് വേണ്ടത്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ചേട്ടാ. നമസ്കാരം. സ്പൈഡർമാൻ താങ്കളുമായിട്ടുള്ള ബന്ധം? ഇതാരോ? ഒരു ബന്ധവുമില്ല. ഇതിലേക്കാണ് സത്യ ബാക്കിലേക്കാണ് ബാക്കിലുണ്ടോ? ഓക്കെ, എന്തെങ്കിലും അസൗകര്യമോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക. നമ്മൾ റെസ്റ്റ് എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇല്ല ഗൈഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മളാണ് പോകുന്നത്. മാക്സിമം ഒരുമിച്ച് പോകാൻ പരിവെച്ച് പോകാം. ഓക്കെ, ഘോര വനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഹായ് അപ്പു, ഹായ് 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 ഹായ്. മൂപ്പ മടിയായിട്ട് നിൽക്കുന്നു. ഹായ് ഹായ്. ലടിക്ക് ഇത് വഴി പോകുന്നത് കണ്ടോ? ഇല്ല. എല്ലാം നമ്മളെ
ഗൈസ്, നമ്മളിപ്പോൾ വാഴവാന്തോള് വാട്ടർഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മുടെ അഗസ്ത്യാർകൂടം പോകുന്ന വഴികൾ പോലെയാണ്. അത്രയും സ്റ്റീപ്പല്ല, പക്ഷേ ചുറ്റും കാടുകളും മറ്റുമൊക്കെ ഏകദേശം അഗസ്ത്യാർകൂടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അഗസ്ത്യാർകൂടം പോയിട്ടുള്ളവർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഏകദേശം അതിൻ്റെ തന്നെ ഒരു ഭാഗമാണല്ലോ ഇത്. 2.5 കിലോമീറ്ററാണ് ഒരു ഭാഗത്തേക്കുള്ളത്. ചെറിയ കയറ്റേ ഉള്ളൂ. ബിഗിനേഴ്സിനൊക്കെ വരാവുന്ന ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാണ്. വളരെ ഈസിയാണ്. നിങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രക്കൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ട്രക്കൊക്കെ പോകാനായിട്ട് ഇൻട്രസ്റ്റ് വരികയും ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ 1/2 കിലോമീറ്റർ 500 മീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കൂടുതലും ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഉരുണ്ട കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല കാടാണ്. സൈഡിൽ കൂടി ഒരു പുഴ കടന്നു പോകുന്നുണ്ട്. അത് കുറച്ച് ഇറക്കത്തിലാണത്. അതോട് ഇച്ചിരി അകലെയായിട്ടാണത്. കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടോയെന്നുള്ള അറിയില്ല. ഒരുപാട് ജീവജാലങ്ങളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് ഇവിടെ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സ്റ്റീപ്പ് ഇറക്കം നമുക്ക് കിട്ടിയത്. ചെറിയൊരു ഇറക്കമായിരുന്നത്. ഇവിടെ നമുക്ക് ഇതുവരെയായിട്ട് അട്ടശല്യം ഒന്നും വന്നിട്ടില്ല. അട്ട പൊതുവെ ഈ റൂട്ടിലില്ലെന്നാണ് തോന്നുന്നത്. ഇനി വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അഗസ്ത്യാർകൂടം റൂട്ടിലൊക്കെ നിറച്ച് അട്ട ഉണ്ടെങ്കിൽ ഇവിടെ അട്ടയൊന്നുമില്ല. മഴ സീസൺ തുടങ്ങിയതുകൊണ്ടായിരിക്കും, തുടങ്ങുന്നതുള്ളതായിരിക്കും. ഹായ് ബ്രോ. ഉണ്ടെന്നില്ല. ആ 1.25 കിലോമീറ്ററായി. നമ്മളിപ്പോൾ 1.25 കിലോമീറ്റർ ദൂരത്തിൽ പിന്നിട്ട് കഴിഞ്ഞു. അഞ്ചില്ല, വൺ സൈഡ് 2.5 കിലോമീറ്റർ. അതൊരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആവൂല്ലേ? അപ്പോൾ ഈ ക്ഷീണമൊക്കെ പോയി കിട്ടും. എന്തോ 5 കുറവാണ്. പേര് പറയൂ. ഇത് ഋഷിദേവ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. പുള്ളി 12 കിലോമീറ്റേഴ്സുള്ള ചോള ട്രക്കിനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അട്ട ഒന്നുപോലും കടിച്ചില്ല. യങ് ട്രക്കറാണ്. ആദ്യത്തെ ഒരു റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇനി മുമ്പോട്ട് പോകുന്നതായിരിക്കും. എന്താണ് മൂപ്പ പുറകിലായി പോയല്ലോ? അല്ല, ഞാനേ അവനുള്ളതുകൊണ്ടേ അവൻ ആദ്യമായിട്ടാണ് വരുന്നത്. അവൻ എങ്ങനെയാണെന്ന് അറിയില്ല നടക്കാൻ. എടാ മോൻ ഇങ്ങെത്തിയില്ല അവൻ അല്ല സത്യമുണ്ട് പുറകിൽ. ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി 1.5 കിലോമീറ്റർ അവിടെ ഉള്ളൂ നമുക്ക് നമ്മുടെ അട്ടഹാസത്തിൻ്റെ സ്ഥലത്തെത്താനായിട്ട്. അട്ടഹാസം എന്ന് വെച്ചാൽ വാട്ടർഫോൾസ്. യങ് ട്രക്കേഴ്സൊക്കെ നല്ല പയർ പോലെ പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്നെയാണോ ഉദ്ദേശിച്ചത്? രാഹുലിനെ ഉദ്ദേശിച്ചത്? മിനി ട്രക്കറാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മിനി ട്രക്കറാണ് നമുക്ക് വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്.
5 വയസ്സായ ട്രക്കർ. 5.5 വയസ്സാണ്. 5 വയസ്സുള്ള ട്രക്ക്. ട്രക്കർ ഹായ് പറയൂ. ട്രക്കർ ഇവിടെ നോക്കിയിട്ട് ഹായ് ഹായ്. ആ ഓ ട്രക്കർ ഇത്തിരി പുറകിലായി പോയി. ബ്രോ ഏകദേശം നമ്മുടെ അഗസ്ത്യാകൂടത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി ഒരു ടോപ്പോഗ്രഫി എങ്ങനെയാണ്? അങ്ങനെ തോന്നുന്നുണ്ട്. പാറ നമ്മൾ ആദ്യത്തെ 18 കിലോമീറ്റർ നടന്ന ആ വഴിയുടെ ഏകദേശം ഒരു ഇപ്പോൾ ഈ മലകളൊക്കെ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതെ അതെ അതുപോലെ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ തന്നെ അല്ലേ ഫീൽ ചെയ്യുന്നു. അഗസ്ത്യാകൂടം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പേപ്പാറ വന്യജീവി സങ്കേതം. അതിൽപ്പെട്ടതായിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. പകുതി ദൂരം വന്നിട്ട് ഹാഫ് ദൂരം പകുതി ദൂരം. ഹായ് എങ്ങനെയുണ്ട്? പകുതി ദൂരം ഹാഫായോ? നമ്മൾ ഹാഫ് വേ ആയി. എങ്ങനെയുണ്ട്? അല്ല പകുതി ദൂരം വന്നിട്ട് എങ്ങനെയുണ്ടെന്ന്? കുറച്ചാണ്. എങ്ങനെയുണ്ട്? ഹാഫ് വന്നിട്ട് ഹാഫായി 1.25 കിലോമീറ്റേഴ്സ് മോർ. 1.25 2.5 1.25 കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പകുതി ദൂരം വന്നു കഴിഞ്ഞപ്പോൾ? വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നല്ലോ? ഓക്കെ. 1.25 കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ ഇനി. യെസ്. എങ്ങനെയുണ്ട് ഹാഫ് പകുതി ദൂരം വന്നു കഴിഞ്ഞപ്പോൾ? ടയർഡായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ? 1.25 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി 1.25 കിലോമീറ്റർ കൂടി ഉള്ളൂ. എങ്ങനെയുണ്ട്? വൈബാണ്. സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പറാണ്. ഹായ്. എങ്ങനെയുണ്ട്? 1.25 കിലോമീറ്റർ കഴിഞ്ഞു. 1.25 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി 1.25 കിലോമീറ്ററാണ് ബാക്കിയുള്ളത്. ശരി മുതലാളി. പാതി ദൂരം കഴിഞ്ഞു. 1.25 കിലോമീറ്റർ. എങ്ങനെയുണ്ട്? അടിപൊളി. ക്ഷീണമൊന്നും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ഇനി 1.25 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അതെ 1.25 കിലോമീറ്റർ ഉള്ളു ഇനി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് കണ്ടില്ലായിരുന്നു അവിടെ? ഇതവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. 1.25 കിലോമീറ്റർ. അവിടെ പോയി മോശമായിരിക്കണ്ടേ? അവിടെ പോയിട്ടും കാര്യമില്ലല്ലോ. ഇതാകുമ്പോൾ കുറച്ച് ആസ്വദിച്ച് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് പോവുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? പതുക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോഴത്തേക്കും വെള്ളം ഒറ്റടി കുടിക്കാൻ പാടില്ലെന്നാണ് പറയണത്. സിപ്പ് ചെയ്ത് കുടിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അതെൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല എന്താന്ന്. അടുത്ത ഒരു ഫോട്ടോഷൂട്ട് പോയിൻറ്റും റെസ്റ്റിംഗ് പോയിൻറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കൂടിയിരിക്കുകയാണ്. നടക്കും. ആ നിസ്സാരം നിസ്സാരം. ഞങ്ങൾ അതിനെ ഒന്നും ചെയ്യല. നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കും ഇവിടെ. രണ്ട് നാട്ടുകാർ തമ്മിലുള്ള കാര്യം. അതെ അതെ. കുറച്ച് സ്റ്റീപ്പ് കയറ്റം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു സ്റ്റീപ്പാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അതെ അതെ അതെ, ഈ ഗുഹയ്ക്കകത്ത് കയറിയോണ്ട് രക്ഷപ്പെട്ടു.
Nano, how is the truck? Nano, how is the truck? ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് കുറച്ച് സ്റ്റീപ്പെന്ന് തോന്നുന്ന രീതിയിലുള്ള കയറ്റമുള്ളത്. പക്ഷെ വലിയ പ്രയാസമൊന്നുമില്ല. ചെറിയ കുത്തനെയുള്ള കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഈസിയായിട്ട് കയറി പോകാവുന്ന ദൂരമേ ഉള്ളൂ. വഴി കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ല. വഴിയൊക്കെ ഞാൻ തന്നെ നാണോ, എങ്ങനെയുണ്ട് ജംഗിൾ എക്സ്പീരിയൻസ്? ഇന്നിവിടെ പറ, ഇവിടെ ഒന്ന് നോക്ക് പറ. വഴിയോടാ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇടിഞ്ഞു പോയതാണല്ലേ? ഇടിഞ്ഞു പോയതാണോ? ഇടിഞ്ഞു പോയതാണോ? ഇടിഞ്ഞു പോയതാണോ? ഒന്നുമില്ല, പാമ്പ് അങ്ങ് പോ. ഒന്നുമില്ല, അവിടെ പാമ്പും വേണ്ട. ഇവിടെ ഒരുപാട് പാമ്പുണ്ട്. നിങ്ങൾ എന്ത് മനുഷ്യരാണ് ഇത് ചാടിപ്പോടാ വെള്ളത്തിൽ ചവിട്ടാന്ന് പറയും. ഞാൻ ഇത്ര കണ്ടില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ പോയ ദിവസം രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ സമയത്തും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരുന്നു മഴ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർഫോൾസിലൊക്കെ നല്ല വെള്ളവും വെള്ളച്ചാട്ടവും നല്ല കുത്തനെയുള്ള വെള്ളച്ചാട്ടമായിരുന്നു. എല്ലാവർക്കും കുളിക്കാനും ആസ്വദിക്കാനും ഒക്കെ നല്ല രീതിക്ക് പറ്റിയായിരുന്നു. അടുക്ക് നോക്കണം കേട്ടോ നിങ്ങൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ കുളിസീൻ